പ്രശസ്തമായ നാഗമഠത്ത് തറവാട്ടിലെ മുത്തശ്ശിക്ക് പ്രായാധിക്യമായത് കാരണം അനന്തരാവകാശിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അതോടെ ആ തറവാട്ടിൽ ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. ശിവലിംഗത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ സ്വപ്നം കാണുന്ന ആളാകും മുത്തശ്ശിയുടെ പിന്മുറക്കാരിയെന്ന് പ്രവചിക്കപ്പെട്ടതോടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ വൈഷ്ണവിയിലേക്ക് നിയോഗം നീണ്ടുചെന്നു. ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈഷ്ണവി ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപായങ്ങൾ തേടി. കാമുകനും കൂട്ടുകാരുമൊത്ത് തറവാട്ടിലെത്തിയ വൈഷ്ണവിയുടെ കൂട്ടുകാരന്റെ കൈപ്പിഴ മൂലം വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഒരു നാഗം മൺപുറ്റിനുള്ളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. ദക്ഷകയുടെ വേഷമെടുക്കുന്ന നാഗം നാഗമഠത്തെ ഓരോരുത്തരെയും കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ സർവശക്തനായ ശിവനാഗം ദക്ഷകയുടെ വഴിമുടക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നാഗമഠത്തെ മുത്തശ്ശി കാത്തുസൂക്ഷിച്ച മുത്തച്ഛൻ കാവും തറവാടും ദക്ഷകയുടെ പൈശാചിക നീക്കങ്ങൾ മൂലം അംഗപ്പറമ്പാകുന്നു. രാക്ഷസിയും ദൈവവും മുഖാമുഖം കാണുന്ന അംഗം. വാടാ, നീ അവിടേക്ക് തന്നെ വാ. ഈശോ, എന്നാ നിന്റെ പെൻ ക്യാമറ കിട്ടി. കിട്ടിയോ? ഇതെവിടുന്ന് കിട്ടി? എടാ, നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നടാ. അതിനെ ഞാൻ റൂമിൽ എല്ലായിടത്തും നോക്കിയല്ലേ. നീ നോക്കാത്തൊരു സ്ഥലത്തുനിന്ന് എനിക്കിത് കിട്ടിയത്. അതേത് സ്ഥലം? അങ്ങനൊരു സ്ഥലമുണ്ട്, വാ കാണിച്ചു തരാം. ഈശോ, നമുക്ക് പോവാം. ഈ കാവിൽ പ്രവേശനം ഇല്ലാത്തതല്ലേ? വാ, നമുക്ക് പോവാം. വാ, നമുക്ക് പോവാം. എന്റെ ഇര വഴുതി പോവുകയാണല്ലോ. ഈ കാവിനകത്ത് എന്റെ ശക്തി നാഗമഠത്തമ്മ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു. ഇനിയും പിഴവ് സംഭവിക്കരുത്. സൂക്ഷിക്കണം. അടുത്ത അവസരം നഷ്ടപ്പെടുത്തിക്കൂടാ. എടി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ ആഗ്രഹിക്കാത്ത ആ കാര്യം ഇന്നിവിടെ നടക്കുന്നാ തോന്നുന്നത്. ഇന്നലെ രാത്രി അച്ഛൻ ആരേക്കോ ഫോൺ വിളിച്ച് ക്ഷണിക്കുന്നത് കേട്ടു. എന്നാ പെണ്ണ് കാണാനായി ആളെ ഇങ്ങോട്ട് വിളിച്ചതായിരിക്കും. നിന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും ചോദിക്കാനും പോയില്ല. ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പോയി രേണുടുത്തോട് ചോദിച്ചാലോ? രേണുടുത്തേക്ക് എന്തായാലും അറിയാതിരിക്കില്ല. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. വൈഷ്ണവി, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്താ രേണു എടുത്തി? ആ പയ്യനും ബന്ധുക്കളും നിന്നെ കാണാനായി ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? എപ്പോഴായാലും ആ പയ്യൻ വന്ന് നിന്നെ കാണാനുള്ളതല്ലേ? ഏട്ടത്തി, ഇന്ന് വേണ്ടായിരുന്നു. വേറൊരു ദിവസം പോരെ? എന്താ വൈഷ്ണവി നീ പറയണത്? ഏട്ടത്തി, അത് ഇക്കാര്യത്തിൽ നീ ഇനി തടസ്സമൊന്നും പറയണ്ട. വേഗം ഒരുങ്ങി നിക്ക്. സ്വാതി, നീ ഇവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എത്രയും പെട്ടെന്ന് ഇവളൊന്ന് ഒരുക്കി നിർത്ത്. ഞാൻ വന്ന് വിളിക്കാം. ശരി. അപ്പോ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയി തുടങ്ങിയല്ലേ? പയ്യൻ വന്ന് നിന്നെ കണ്ടാലുടനെ കല്യാണം ഉറപ്പിക്കാനിരിക്കുകയാണല്ലോ. എനിക്കൊന്നും വയ്യ. ഞാൻ കെട്ടിയൊരുങ്ങി അയാളുടെ മുന്നിൽ ചെന്ന് നിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല സ്വാതി. നീ ചെന്ന് നിന്ന് കൊടുത്തില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവില്ലേ? പ്രശ്നമാവട്ടെ. എന്റെ സമ്മതം ഇല്ലാതെയല്ലേ എല്ലാവരും ഇത് നടത്തുന്നത്. ഞാൻ സഹകരിക്കില്ല. അപ്പൊ പയ്യൻ കാണാൻ വന്നിട്ട് നിന്നെ കാണാതെ മടങ്ങിപ്പോട്ടേന്നാണോ? അതിവിടെ നടക്കുന്ന കാര്യമാണോ? ഞാൻ പിന്നെ എന്ത് വേണം? കെട്ടിയൊരുങ്ങി അയാളുടെ മുന്നിൽ ചെന്ന് നിക്കണോ? എന്നെ അതിന് കിട്ടില്ല. ഇത് വലിയ പ്രശ്നമാവുന്ന ലക്ഷണമുണ്ട്. സ്വാതി, നീയും കൂടി എന്നോട് ഇങ്ങനെ പറയാതെ. എന്റെ മനസ്സ് നീയെങ്കിലും ഒന്ന് കാണ്. ഈ ആലോചന നിങ്ങൾ എല്ലാരും കൂടി ഒതുക്കി തരാന്ന് പറഞ്ഞതല്ലേ. ഞാൻ ആ ധൈര്യത്തിലാ ഇപ്പോഴും. എടി, അതാ ഉണ്ണിയേട്ടനെ ഉപയോഗിച്ച് എന്തെങ്കിലും പണി ഒപ്പിക്കാന്ന് കരുതി പറഞ്ഞതല്ലേ. പക്ഷേ അയാളാണെങ്കിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഈ സിറ്റുവേഷനിൽ ഉണ്ണിയേട്ടൻ ഇടപെട്ട ഈ ആലോചന മുടങ്ങിയനെ. ഉണ്ണിയേട്ടനോട് നമ്മൾ എല്ലാവരും പറഞ്ഞു നോക്കിയതല്ലേ. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുക. ഞാനും രാഹുലും മാത്രം ഒറ്റപ്പെട്ടുപോയി. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനിപ്പോ ആരുമില്ല. എടി, ഏതായാലും നീ ഒരുങ്ങി നിൽക്കാതിരിക്കണ്ട. ഒരുങ്ങി തന്നെ നിക്ക്. എതിർപ്പൊന്നും പ്രകടിപ്പിക്കാൻ വേണ്ട. നമുക്കെന്തേലും വഴി ഒപ്പിക്കാം. ഇനി എന്ത് വഴി? ഞാൻ അവന്മാരോട് ഉണ്ണിയേട്ടനെ ഒന്നുകൂടി കാണാൻ പറയാം.
അവസാന നിമിഷത്തില് ഉണ്ണിയേട്ടൻ നമ്മളെ സഹായിച്ചാലോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടി. നീ വേഗം റെഡിയായിട്ട് നിൽക്ക്. എടാ ഉണ്ണിയേട്ടനെ കാണുന്നില്ലോടാ. ആവശ്യമില്ലാത്ത സമയത്ത് അങ്ങേരി മന മുഴുവൻ കറങ്ങി നടക്കും. ആവശ്യമുള്ള സമയത്ത് ഏഹേ. എടാ പോയി നോക്കടാ. ഇന്നെങ്ങനെ വരുമോ? നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചെങ്കിലും ചോദിക്കായിരുന്നു. ഉണ്ണിയേട്ടാ, വൈഷ്ണവിയുടെ കല്യാണക്കാര്യം സീരിയസ് മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന് ഞാൻ എന്ത് വേണം? ഈ മനയിലെ ഉണ്ണിയേട്ടനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെന്നാ വൈഷ്ണവി പറയുന്നത്. ആ ചെറുക്കനും കൂട്ടനും ഇപ്പോഴിങ് എത്തുമെന്നാ പറയുന്നത്. ചെറുക്കൻ വന്ന് പെണ്ണിനെ കണ്ട് ഇഷ്ടമായ പിന്നെ കല്യാണം തീരുമാനിക്കില്ലേ? അതവൾക്ക് പ്രശ്നമാവും ഉണ്ണിയേട്ടാ. അങ്ങനെ സംഭവിച്ച അവള് ചത്തുകളയെന്ന് പറഞ്ഞിരിക്കാം ഉണ്ണിയേട്ടാ. അവള് പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്ന സ്വഭാവക്കാരിയാണെന്ന് ഉണ്ണിയേട്ടൻ നന്നായി അറിയാലോ. അവള് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഉണ്ണിയേട്ടൻ ഇടപെട്ട് അവളെ സഹായിക്കുന്ന പ്രതീക്ഷയിൽ അവൾ ഇരിക്കുന്നത്. അത്രമേൽ ഉണ്ണിയേട്ടനെ അവൾ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ണിയേട്ടാ, എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് അവളെ രക്ഷിക്കണം. ഈശ്വരളിയ, ഉണ്ണിയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലെങ്കിലും ചെയ്യേണ്ട കാര്യം അയാൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കങ്ങനെ തോന്നുന്നു. അയാൾ വൈഷ്ണവെ എങ്ങനെയും ഹെൽപ്പ് ചെയ്തിരിക്കും. വല്ലോ നടന്നാ മതിയായിരുന്നു. ആ വാ. എന്താ ശങ്കുണി? ആ തിരുമേനി അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആര്? വൈഷ്ണവിയുടെ ചെക്കനും ബന്ധുക്കളും? അതെ, അവര് ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നുണ്ട്. വിവരം ഇവിടെ അറിയിച്ച് എല്ലാം ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അവർക്ക് മുമ്പേ വന്നതാ. താൻ വേഗം ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരിക. ഓ. രേണു മോളെ. എന്താ മുത്തശ്ശ, വൈഷ്ണവിയുടെ ചെക്കനും കൂട്ടരും എത്തിയോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? മുത്തശ്ശന്റെ ഈ പരിഭ്രമം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നീ കുഞ്ഞുകുട്ടിയോടും മറ്റുള്ളവരും വിവരം അറിയിക്ക. ആ വരിക വരിക. ആയിക്കോട്ടെ. ഇതാണ് മന. ആഹാ. ആ വന്നോളൂ, വന്നോളൂ. നമസ്കാരം. 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 ശ്രീധര, ഞാനിവരെ ആദ്യമായിട്ട് കാണുകയല്ലേ. നിനക്ക് പരിചയമുണ്ടല്ലോ അല്ലേ? ഞാൻ കേശവ നമ്പൂതിരി. ഇത് ഇവന്റെ അമ്മാവൻ. നമസ്കാരം. എല്ലാരും വരിക, അകത്തേക്ക് ഇരിക്കാം. വരിക വരിക. വരിക. ഇരിക്ക. അങ്ങോട്ട് ഇരിക്ക. ഇരിക്കുക. ഇരിക്കുക. ഓ, ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങള് വന്ന പാടെ ക്ഷേത്ര ദർശനം നടത്തി. ഓ, അമ്മ നിലവറ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടം വരെ പോയി. അത് ശരി. ഇനിയിപ്പോ അമ്മ ഇവിടെ കണ്ട സ്ഥിതിക്ക് അനുഗ്രഹം വാങ്ങാലോ. മോനെ, നാഗമടത്തമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ. ഹേയ്, ഇവിടെ അങ്ങനെയുള്ള ഉപചാരങ്ങളൊന്നുമില്ല. അതെല്ലാം നിലവറയിലിരിക്കുമ്പോ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇവരുടെയൊക്കെ വലിയ മുത്തശ്ശിയാ. എന്താ മോന്റെ പേര്? അനന്തൻ. പ്രവീൺ ഡോക്ടർ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഇങ്ങതാ.
രാവിലെ എന്തോ വിഷയം പറഞ്ഞ് കേൾക്കണല്ലോ. എന്താ അത്? വിഷയമൊന്നുമില്ല. ദേവപ്രശ്ന വിധി പ്രകാരം തൽക്കാലത്തേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല, അത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. മോളെ രേണു, വൈഷ്ണവി കൂട്ടിക്കൊണ്ടുവരൂ. ശരി മുത്തശ്ശി. എടി, നീ ഒരുങ്ങി നിക്ക്. ബാക്കി കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എനിക്ക് പറ്റില്ല സ്വാതി, ഞാൻ അയാളുടെ മുന്നിലേക്ക് പോവില്ല. പയ്യൻ പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ കാണാതെ പോയി ഇവിടെ ആകെ സീനാവൂട്ടോ. സീനാകുന്ന വെച്ച് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ശരിയാണോ? എടാ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നത് ശരിയല്ല. ഈ മനയിലുള്ളവർ അങ്ങനെ ചെയ്യിക്കുന്ന സ്വഭാവക്കാരുമല്ല. പിന്നെന്തിനാ ഇവരെല്ലാരും കൂടി ഇവളിങ്ങനെ നിർബന്ധിക്കുന്നേ? എടാ, ഇഷ്ടമില്ലാന്ന് ഇവള് പറയുന്നതിന് വ്യക്തമായൊരു കാരണമില്ല. ആ കാരണം ഈ ഇല്ലത്തുള്ളവർക്ക് ബോധ്യപ്പെട്ടാലല്ലേ ഇവള് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇവിടെയുള്ളവർക്ക് മനസ്സിലാവൂ. എങ്കിൽ പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻ തുറന്നു പറയാൻ പറ്റിയ സമയമല്ലേ ഇത്? എല്ലാം തുറന്നു പറയാം, അതല്ലേ നല്ലത്. സുന്ദർ, രാഹുലിന്റെ കാര്യം എനിക്കിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല. അതിന്റെ ഭവിഷ്യത്ത് നിങ്ങളെ എല്ലാവരും കൂടി ഫേസ് ചെയ്യേണ്ടി വരും. ആ ഉണ്ണിയേട്ടനെ കണ്ട് നന്നായി പുഷ് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ലെന്നാ തോന്നുന്നേ. അയാൾക്ക് ഇപ്പോഴും നമ്മളോട് എന്തോ ദേഷ്യമുള്ളത് പോലെയാ. വൈഷ്ണവി, നമ്മൾ എന്ത് ചെയ്യും? നീ ആ പയ്യനെ കണ്ടോ? കണ്ടെന്നേ. അവനെ കണ്ടിട്ടൊരു ഫ്രോഡ് ലുക്ക് അല്ലേ ഈശ്വളിയ? അവന്റെ ലുക്കല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഉണ്ണിയേട്ടനിൽ എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. വൈഷ്ണവിയോടുള്ള സ്നേഹം കൊണ്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അതെല്ലാം ചെയ്തിട്ട് പറഞ്ഞാ മതി. ഇവിടെന്താ ഒരു ചർച്ച നടക്കുന്നേ? അല്ല, നീ ഇതുവരെ ഒരുങ്ങില്ലേ? പയ്യൻ കാണാനെത്തി. ഇവളൊന്ന് ഒരുങ്ങട്ടെ, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കൂ. രേണുവെടുത്തി, എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. പ്ലീസ്, എന്നെ ഇതിന് നിർബന്ധിക്കരുത്. വൈഷ്ണവി, ഈ സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഈ ആലോചന വേണ്ടെന്ന് നേരത്തെ പറഞ്ഞതല്ലേ. ആലോചന വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കാരണം എന്തെങ്കിലും ഉണ്ടോ? പയ്യനെ നീ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പയ്യനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാകായിരുന്നു. പയ്യനെ കാണാതെ തന്നെ നിനക്ക് ഈ ആലോചന വേണ്ടെന്ന് പറയാൻ വേറെ എന്ത് കാരണ ഉള്ളത്? സ്വാതി, നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ കുറെ നേരം ഇവളോട് റെഡിയാവാൻ പറയുന്നു. ഇവള് കേക്കണ്ടേ? വൈഷ്ണവി, നീ ഞാൻ പറയണ കേക്ക്. ഏതായാലും അവര് വന്നുപോയില്ലേ. നീ അങ്ങോട്ട് വരാതിരുന്ന അതിന്റെ അപമാനം നാഗമടത്തുകാർക്കാണ്. നിന്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം അവരുടെ മുമ്പിൽ മാനം കെടും. നിനക്ക് ഈ ആലോചന വേണ്ടെങ്കിൽ അക്കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ നീ ഒരുങ്ങി അങ്ങോട്ട് വാ. നല്ല കുട്ടിയല്ലേ, പ്ലീസ്. ശരി, ഞാൻ വന്നോളാം. രേണുവെടുത്തി പൊയ്ക്കോ. ദേ, വന്നേക്കണം. വരാതിരുന്നാ അറിയാലോ. ഇത് വല്ലാത്തൊരു ഗതികേടായി പോയല്ലോ സ്വാതി. ഞാൻ എന്താ ചെയ്യാ? രേണുടുത്തി പറയുന്ന അനുസരിക്കുന്നത് നല്ലത്. പയ്യൻ കണ്ടിട്ട് പോയിക്കോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് രേണുടുത്തോട് പറഞ്ഞ് ഈ ആലോചന മുടക്കാം. വാ, നീ ഒന്ന് എഴുന്നേക്ക്, ഞാൻ നിന്നെ റെഡിയാക്കാം. ഇളയമ്മ വന്നേ. വൈഷ്ണവിക്ക് താല്പര്യമില്ലെന്ന് പറയണോ? അവൾക്ക് എന്താ പ്രശ്നം? എന്താന്നറിയില്ല. വൈഷ്ണവി റെഡിയായില്ലേ? എന്താ പ്രശ്നം? അവൾക്ക് വരാൻ താല്പര്യമില്ലാന്ന് അവള് പറയണു. അവളോടെല്ലാം തുറന്നു പറഞ്ഞതല്ലേ, പിന്നെന്താ? ഈശ്വര, നാണക്കേടായല്ലോ. ഇളയച്ചനെ ഇളയമ്മയെ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവരോടിപ്പോ എന്താ പറയുക? പെണ്ണ് ഉടനെ വരുമെന്ന് പറ. ഒരു 10 മിനിറ്റ്. അതിനകം ഞാൻ വൈഷ്ണവിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊണ്ടുവരാം. എന്താ ശ്രീധര? ഹേയ്, ഒന്നുമില്ല. വൈഷ്ണവി എവിടെ? ഒരുങ്ങി ഇറങ്ങിയില്ലേ? ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ അവള് വരും. മോനും അടുപ്പായോ? ഇല്ല. ആ, എന്നാ ഞാനൊരു നടന്ന സംഭവം പറയാം. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. നീ ഇപ്പൊ എന്തിനാ വിളിച്ചേ? നീ എന്നെ ഓവർടേക്ക് ചെയ്ത നാഗമടത്ത് മനേനെ പെണ്ണിനെ കാണാൻ പോയതാണല്ലേ? ശാന്തി, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വന്നതല്ല. അച്ഛനമ്മയെ നിർബന്ധിച്ചു വന്നതാ. അവിടെ കെട്ടി നോക്ക്, എന്റെ സ്വഭാവം അറിയാലോ. നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തേ?
നിനക്കെന്താ ഒരു പതർച്ച? ഏയ് ഒന്നുമില്ല. ഫോണിലാരായിരുന്നു? ഓ, അതെന്റെ ഒരു ഫ്രണ്ടാ. എന്റെ കൂടെ വാ. എന്തിന്? ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്ത് കാര്യം? അത് ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ. നീ പേടിക്കണ്ട, കുറച്ച് അപ്പുറത്ത് വരെ വന്നാ മതി. ആദ്യം കാര്യം പറ, എന്നിട്ട് വരാം. കാര്യം പറയാതെ നീ വരില്ലേ? ഹേ, കാര്യം പറ. നീ കാണാൻ വന്ന പെണ്ണിന് നിന്നോടൊരു കാര്യം രഹസ്യമായി പറയാനുണ്ട്. എന്ത് കാര്യം? നീ വാ, വാടാ. പെണ്ണെവിടെ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിന്നോട് സംസാരിക്കാനുള്ളത് പെൺകുട്ടിക്കല്ല, എനിക്കാ. എന്ത് കാര്യം? നീ ഇപ്പൊ കാണാൻ വന്ന വൈഷ്ണവിയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല, ഡോക്ടർ പ്രവീൺ അങ്കിൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടല്ലേ കാര്യങ്ങൾ തുറന്നു പറയാന്ന് വിചാരിച്ചത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടി തെളിച്ചു പറയാം. നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ഈ കല്യാണാലോചന നിന്ന് പിന്മാറണം. കാരണം വൈഷ്ണവി ഒരു സാധാരണ പെൺകുട്ടിയല്ല. എന്നുവെച്ചാ? ജാതകവിധിയില് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം. അവളുടെ ജാതകപ്രകാരം അവളെ വിവാഹം കഴിക്കുന്ന ആള് വിഷം തീട്ടി മരിക്കും. ഞാൻ നിന്നോടിതൊന്നും പറയില്ലായിരുന്നു. നിന്നെ കണ്ടപ്പോ എനിക്കൊരു സഹതാപം തോന്നി, അതുകൊണ്ട് പറഞ്ഞ. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നാളെ ഈ മനയിലുള്ളവര് നിന്നോടിത് പറഞ്ഞിട്ടില്ലെന്ന് പറയരുത്. നീ അവളെ കെട്ടും മുമ്പ് എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നിക്കണ്ട, പെണ്ണ് കാണൽ ചടങ്ങ് നടക്കട്ടെ. സപ്തതിക്ക് വന്നെത്താൻ നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് ചെക്കനും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ നിശ്ചയം നടത്തി വെക്കാമെന്ന് പറഞ്ഞത്. അതെ അതെ. രേണു, വൈഷ്ണവി എവിടെ? എല്ലാരും അവളെ കാണാനുള്ള തിടുക്കത്തിലിരിക്കുക. വൈഷ്ണവി ഇപ്പൊ വരും മുത്തശ്ശി. ആളെത്തിയല്ലോ. അച്ഛാ, അമ്മാവാ, ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താ? വരൂ. എന്താ മോനെ? അച്ഛാ, ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ പെണ്ണിനെ കാണാൻ നിൽക്കേണ്ട. നീ എന്തായി പറയുന്നേ? ഇവിടം വരെ പെണ്ണെ കാണാൻ വന്നിട്ട് ഒഴിഞ്ഞു മാറി പോവേ? എടാ, നാഗമടത്തുകാരെന്ത് വിചാരിക്കും? ഇതവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഈ നാഗമടത്തുകാർ നമ്മളെയാണ് അപമാനിച്ചിരിക്കുന്നത്. അതെന്താ? നീ എന്താ ഇങ്ങനെ പറയണത്? എല്ലാം കേട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയാണോ ഉണ്ടായത്? നീ വാ, നമുക്ക് സംസാരിക്കാം. എന്താ പ്രശ്നം? എല്ലാവരും ഇരിക്ക. വൈഷ്ണവക്കുട്ടി ഇപ്പൊ എത്തും. ഇരിക്കുക. ഓ, ഇനിയിപ്പോ ഇരിക്കണമെന്നൊന്നും ഇല്ല. കുട്ടിയെ കാണാതെ കാത്തിരുന്ന് മുഷിഞ്ഞുവോ? വൈഷ്ണവി ഇപ്പൊ വരും. രേണു, അവളെ വിളിച്ചോണ്ട് വാ. ശരിയാളമ്മേ. കുട്ടിയെ വിളിക്കണമെന്നില്ല. അനന്തന് കുട്ടിയെ കാണണ്ടേ? ഇവനെ നിങ്ങളുടെ കുട്ടിയെ കാണണമെന്നില്ല. അതിന്റെ കാരണം അറിഞ്ഞപ്പോഴേ ഞങ്ങൾക്കും കാണണമെന്നില്ല. ഇത്രയിടം വരെ വന്നിട്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? സർപ്പദോഷമുള്ള കുട്ടിയെ ഞങ്ങളുടെ അനന്തന് വേണ്ട. എന്ത് സർപ്പദോഷോ? നിങ്ങളുടെ കുട്ടിയുമായി വിവാഹം ഉറപ്പിക്കുന്നവന് സർപ്പദംശനം ഏൽക്കുമെന്ന് അറിഞ്ഞു. എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ നാഗദേവി, എന്തായി കേൾക്കണേ? ഇതൊക്കെ ആര് പറഞ്ഞു? ഒക്കെ അസംബന്ധങ്ങളാ. എന്തിനാ ഇപ്പൊ പറഞ്ഞവരെയൊക്കെ പറയുന്നത്? ദൈവദോഷം പറയരുത്. എന്റെ വൈഷ്ണവിക്കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ല. കുഞ്ഞുകുട്ടി, ഇനിയൊന്നും പറയണ്ട. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? പ്രവീൺ ഡോക്ടർ ഞങ്ങളുടെ ഉറ്റ ബന്ധുവാ. ആ ബന്ധം തകരാൻ പാടില്ലല്ലോ. ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേറെ ദിവസം വരാം. അനന്താ, വാ പോവാം. വാ. എന്റെ നാഗദേവി, ഞാൻ പോയി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ വിളിച്ചോണ്ട് വരാം. വേണ്ട ശങ്കുണ്ണി,
വിഷയം വിവാഹമാണ്. ഈ ബന്ധം സംശയത്തിന്റെയും ഭയത്തിന്റെയും നാമ്പെടുത്താ ശരിയാവില്ല. അവര് പോയിക്കോട്ടെ. എന്നാലും അവരില്ലാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞത് അച്ഛാ? ഈ നാട്ടിൽ ആരാ വൈഷ്ണവിയെ കുറിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതാരോ കരുതി കൂട്ടി കല്യാണം മുടക്കിയതാണല്ലോ മുത്തശ്ശ. എന്റെ വൈഷ്ണവി കുട്ടിയുടെ കല്യാണം മുടക്കാൻ ആർക്കാ തോന്നിയത്? ആരാ ഇതിന്റെ പിന്നിലെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രേണു, ഉണ്ണിയെ വിളിക്കേ. വൈഷ്ണവി, ഉണ്ണിയേട്ടനോട് പണി പറ്റിച്ചെന്നാ തോന്നുന്നത്. എന്തേ? ഉണ്ണിയേട്ടൻ എന്ത് ചെയ്തു? നിനക്ക് വന്ന ആലോചന ഉണ്ണിയേട്ടൻ തന്നെ മുടക്കി. അപ്പോ പെണ്ണുകാണൽ നടക്കില്ലേ? പെണ്ണ് കാണല് നടക്കില്ല എന്ന് മാത്രമല്ല, ആ പയ്യൻ പെണ്ണിനെ തന്നെ വേണ്ടെന്ന് വെച്ച് ഓടിപ്പോയി. അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇനി നീ പേടിക്കേ വേണ്ട. ആ കല്യാണാലോചന ഈ ഇല്ലത്തിന്റെ പടി പോലും കയറി വരില്ല. വന്നവരെല്ലാം വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. ശരിക്കും എന്താ നടന്നത്? ഉണ്ണിയേട്ടൻ എന്താ ചെയ്തത്? വൈഷ്ണവിയുടെ ജാതകത്തിലെ ദോഷത്തെ പറ്റിയാണ് പുള്ളി പറഞ്ഞതെന്ന് തോന്നുന്നു. ഇവളുടെ ജാതകത്തിന് എന്ത് ദോഷം? ഇവളെ കല്യാണം കഴിക്കുന്നവൻ സർപ്പദംശനുമായിട്ട് തട്ടിപ്പോകുന്ന പുള്ളി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ജീവനി കൊതിയുള്ള ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോയിട്ട് പെണ്ണ് കാണാൻ പോലും നിന്നു തരൂ? വൈഷ്ണവി, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല സ്വാതി. എടാ, ഉണ്ണിയേട്ടൻ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മുടെ രാഹുലിന്റെ കാര്യം കുഴപ്പമാവില്ലേ? എടാ രാഹുലെ, നീ നാഗങ്ങളെ വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുമ്പോ.